ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഫ്ലാറ്റ് ഫുട്ടിനെ കുറിച്ചിട്ടാണ്. പല അമ്മമാർക്കും ഉള്ള ഒരു കൺസേൺ ആണ് കുഞ്ഞുങ്ങളുടെ ഈ ഫ്ലാറ്റ് ഫുട്ട്. അത് വീഴുന്നുണ്ട്, അവർക്ക് ചപ്പലിടാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ കുറെ കൺസേൺസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കാലില് ആ ഒരു ആർക്ക് ഇല്ലാണ്ടിരിക്കുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഫ്ലാറ്റ് ഫുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഫ്ലാറ്റ് ഫുട്ട് മിക്കതും കണ്ടുവരുന്നത് പ്രീടേം ബേബീസിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹെറിഡിറ്റി, അതായത് അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിന് ഫ്ലാറ്റ് ഫുട്ട് വരാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. മാത്രമല്ല, ഒരു 5 to 6 years ഒക്കെ ആവുന്ന സമയത്ത് ഈ ഒരു ഫ്ലാറ്റ് ഫുട്ട്, അതുവരെയുള്ള ഒരു ഫ്ലാറ്റ് ഫുട്ട് നമ്മൾ അങ്ങനെ ഒരു കൺസേൺ ആയിട്ട് എടുക്കണ്ട എങ്കിലും തനിയെ മാറുന്നതായിരിക്കാം. ഫ്ലാറ്റ് ഫുട്ട് പലതരത്തിലുണ്ട്, അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. റിജിഡും ഉണ്ട്, ഫ്ലെക്സിബിളും ഉണ്ട്. സോ കുഞ്ഞുങ്ങളുടെ ഫ്ലാറ്റ് ഫുട്ട് ഏത് തരത്തിലാണ് എന്നുള്ളതായിരിക്കണം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, ആദ്യം കണ്ടെത്തേണ്ടത്. അത് റിജിഡ് ആണോ ഫ്ലെക്സിബിൾ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല, കുഞ്ഞുങ്ങൾ ഷൂസ് ഇടുമ്പോൾ പെയിൻ പറയുക, ഒത്തിരി നേരം നിൽക്കുമ്പോൾ പെയിൻ പറയുക, ഏത് ചപ്പലിട്ടാലും വേദന എടുക്കുന്നു എന്ന് പറയുക, കുറെ നേരം നിൽക്കുമ്പോഴൊക്കെ വേദനിക്കുന്നു എന്ന് കുഞ്ഞുങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു പീഡിയാട്രിക് ഓർത്തോനെ കാണിക്കേണ്ടതും അത്യാവശ്യമാണ്. എല്ലാ ഫ്ലാറ്റ് ഫുട്ടും ഒരുപോലെ അല്ല, ഞാൻ പറഞ്ഞു 2 രീതിയിലുണ്ട്. സോ അത് നമ്മൾ ഏതാണെന്ന് കണ്ടെത്തുക. അതിനുശേഷം കുഞ്ഞിന് ഇപ്പോ എന്തെങ്കിലും ഫിസിയോതെറാപ്പി വേണം, അല്ലെങ്കിൽ തെറാപ്പി എക്സസൈസ് വേണം, ആർക്കിനുള്ള എക്സസൈസ് വേണം. മാത്രമല്ല, ഈ ഫ്ലാറ്റ് ഫുട്ട് ഉള്ള കുഞ്ഞുങ്ങളുടെ ചപ്പലിനകത്ത് ആർക്ക് വരുന്ന രീതിയിലുള്ള ഷൂസ് ഫോർമേഷൻ അല്ലെങ്കിൽ ഷൂസ് ഇടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഒന്ന് നോക്കേണ്ടതും അത്യാവശ്യമാണ്. അതിന് വോക്കർ കഴിവതും യൂസ് ചെയ്യുന്നവരാണ്. നടന്നു തുടങ്ങി കഴിയുമ്പോൾ വോക്കർ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെയും നമ്മൾ യൂസ് ചെയ്ത് ശീലിപ്പിച്ച് കൊടുക്കരുത് കുഞ്ഞുങ്ങൾക്ക് എന്നുള്ളതുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലാറ്റ് ഫുട്ടുകൾ അത് ഒരു വിധത്തിൽ നമുക്ക് ഒന്നും മാറുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അത് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഓർത്തോ പീഡിയാട്രിഷ്യനെ കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സർജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. മാത്രമല്ല, പല രീതിയിലുള്ള ഷൂസസ് നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ വാങ്ങി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാല് പരിശോധിച്ച് ആർക്കിന് വേണ്ടിയിട്ടാണോ ഉള്ളത്, അതായത് ഫുട്ട് ഫ്ലെക്സിബിൾ ആണോ റിജിഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ചുള്ള ചപ്പൽസ് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്.